ഹായ് ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഫാമിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഫസ്റ്റ് ടൈം വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഫാമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അതായത് ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് നമ്മൾ നടക്കുവാണ്. ഞാനിപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 years ആകാൻ പോകുന്നു. അനുഗ്രഹ അക്വ ഫാം എന്ന പേര്. നമ്മുടെ ഫാം ലൊക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ പുലകൽക്കോണം പാലിയോട്, നെയ്യാറ്റിൻകര, ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ പുലകൽക്കോണം, അതായത് PRS നഴ്സിംഗ് കോളേജിന്റെ അടുത്തായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഫാമിന്റെ ഇപ്പോഴത്തെ ഒരു ഔട്ട്ലുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളും അപ്ഡേഷൻ കാര്യങ്ങളും നടക്കുവാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോസിൽ എൻ്റെ വർക്കിനെ പറ്റിയും, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയൊരു അക്വേറിയം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ റീറ്റെയിൽ അങ്ങനെ ഇല്ല. അപ്പോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുറക്കുമ്പോൾ എങ്ങനെ ലുക്ക് മാറ്റാൻ പോകുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല കളക്ഷൻ മീൻസ് ഉണ്ട്. ഫിഷസ് എല്ലാം നല്ല കളക്ഷൻ സാധനങ്ങളെല്ലാം ഉണ്ട്. ആവശ്യക്കാർക്ക് വരാം. റീറ്റെയിലായിട്ട് തരാനായിട്ടുണ്ട്, റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട്, ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. കൂടുതലും ഹോൾസെയിലാണ്. ഒരു മിനിമം ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഫിഷസ് ആണ്. നമുക്ക് നല്ല ഒരാഴ്ച 3 ദിവസം മിനിമം 3 ദിവസം കണ്ടീഷൻ ചെയ്തതിന് ശേഷമാണ് മീനെ നമ്മൾ പുറത്തോട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അതിനാവശ്യമുള്ള ഫുഡ് കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെയാണ് അതിന് കെയർ ചെയ്യേണ്ടത്, അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓക്കെ, എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടില്ല. എക്സസൈസ് ഇച്ചിരി വലിയ സാധനങ്ങളൊക്കെ ആണ്, പോണ്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്, പോണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ടൈഗർ ബാർബ് ഉണ്ട്, ഗോൾഡ് ഫിഷ് ഉണ്ട്, വെയിൽറ്റെയിൽ സീബ്ര ഉണ്ട്, വറ്റിക്കോഫറി ഉണ്ട്. അതൊക്കെ പറയാം. നമുക്കൊന്ന് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം പറയാം. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് ഫിഷസ് ഫാം ഒന്ന് വിസിറ്റ് കണ്ടാലോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ടൈഗർ ബാർബ്. നല്ല ആക്റ്റീവ് കുഞ്ഞുങ്ങളാണ്. പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളമൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ബിക്കോസ് വെള്ളത്തിന് ഇച്ചിരി പ്രശ്നമുണ്ട്. ചൂടല്ലേ, വേനൽക്കാലമാകുമ്പോൾ ഇച്ചിരി കിട്ടാൻ പാടാം. അപ്പോൾ വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു കാരണവശാൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാന്ന്. ഇത് ടൈഗർ ബാർബ്, നല്ല കണ്ടീഷൻ, അടിപൊളി കുഞ്ഞുങ്ങളാണ്. ഇത് ഗോൾഡ്, ഏതാ നമ്മുടെ ഫീഡിങ് ഗോൾഡാ. ഇതിപ്പോൾ ഇതൊരു ഫസ്റ്റ് ബാച്ചാണ്. അത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളക്ഷൻ വേറെ ബാക്കിൽ കിടപ്പുണ്ട്. ഇത് നമ്മുടെ വെയിൽറ്റെയിൽ സീബ്ര. ഇത് ഇവിടെ തന്നെ ബ്രീഡായതാണ്. അത് അടിപൊളി കുഞ്ഞുങ്ങളാണ്, നല്ല ഡെയിലൊക്കെ വരുന്നത് അടിപൊളി കുഞ്ഞുങ്ങൾ. 2 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ബട്ടിക്കോഫറി. വെള്ളം ഇച്ചിരി മോശമാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് വെള്ളമില്ല. 3-4 ദിവസം കൊണ്ട് വെള്ളമില്ലാതെ കഷ്ടപ്പെടുക. ഇത് കോയിക്കാർഡ് സ്റ്റെയിൻലെസ്സും മെറ്റാലിക്കും ഉണ്ട് ഇതിനവിടെ. ഒരു 3 to 4 inch സൈസാ. പിന്നെ ഇത് നമ്മുടെ ബ്രീഡായിട്ടുള്ള ടൈഗർ ബാർബ. ആൽബിനോ ഉണ്ട്, പിന്നെ ഫ്ലോറസന്റ് ഗ്രീൻ ഉണ്ട്, നോർമൽ ഗ്രീൻ ഉണ്ട്, സാമുറായ് ഗ്രീൻ ഉണ്ട്, ചെറി റെഡ് ഉണ്ട്, നോർമൽ റെഡ് ഉണ്ട്. ഇത്ര ഐറ്റംസിൽ കിടപ്പുണ്ട്. ഇത് ഏഞ്ചല, അത്യാവശ്യം സൈസുള്ള നല്ല അടിപൊളി നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഇത് വിഡോസാണ്. ഇത് ഗോൾഡ് ഫിഷ് നമ്മുടെ പാരന്റ് സൈസാണ്, വലിയ സൈസാണ് പാരന്റിനായിട്ടുള്ളത്. മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്. ആവശ്യക്കാർക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയറായിട്ട്. മോളിസ, ഇത് കുറച്ചാ ഇത്ര പൈസ ബാലൻസ് ഉള്ള. ഇപ്പോഴത്തെ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ബാലൻസ് കൊണ്ട് ഇവിടെ ഇട്ടേക്കുക. ഇത് നമ്മുടെ ഒറാണ്ട, നല്ല അടിപൊളി കളറുള്ള ഒറാണ്ട. പിന്നെ നമുക്ക് ആൽബിനോ പക്ക് ഉണ്ട്. ആൽബിനോ പക്ക് കാണാം. ഇത് ആൽബിനോ പക്ക് ഇവിടെ കിടന്ന് വളർന്നതാ. ഒരു 1.5 inch ആ സൈസിൽ എടുത്തിട്ട് ഇവിടെ ഇട്ട് ഈ ഗ്ലാസ്സിൽ കിടന്ന് തന്നെയാണ് വളർത്തുന്നത്. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിനകത്തുള്ള സെറ്റപ്പ് ഇത്ര ഗ്ലാസ് ടാങ്കുകൾ, ഏകദേശം ഒരു 16 ഗ്ലാസ് ടാങ്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് സെൻറ്ററിൽ കൂടെ ഇനി അത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. ഉണ്ടോ ഈ ഒരു ഏരിയ, അപ്പോൾ ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് ഒരു ചെയ്യാനാണ് ഈ
സെൻറ്റർ വഴി പുതിയ റാക്ക് അടിച്ചിട്ട് ഈ ഷീറ്റ് അടിച്ച് മറിച്ചേക്കുന്നുണ്ട്. അത് അലിഗേറ്ററിന്റെ ടാങ്കാണ്. അതിൻ്റെ അത് അലിഗേറ്ററാണുള്ള കാണിച്ചത്. ഗാർഡ് കിടക്കുന്നു. എന്താ ഈ ഒരു ടാങ്ക്, അതായത് ഇവിടെ ഇത് പൊളിച്ചേച്ച് അതിൻ്റെ അപ്പുറത്തൊരു പ്ലാവ് കാണുന്നുണ്ടോ? ആ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. അപ്പോൾ അതിനെ അതിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് ഈ ഹാഫ് വെച്ചിട്ട് പൊളിക്കും. ഇവിടുന്ന് പൊളിച്ചിട്ട് കുറച്ചും കൂടെ ഫ്രണ്ട് വീതി ഇറക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇറക്കും. ഫ്രണ്ട് ഇറക്കി റീറ്റിൽ തുടങ്ങും. അപ്പോൾ ഇവിടെ നിന്നൊരു ടാങ്ക്, ഈ സെൻട്രൽ ഭാഗത്ത് ഒരു ടാങ്ക് നമ്മൾ ചെയ്യാൻ പോവുക. ഒരു ടാങ്ക് അല്ല, ഇതേപോലെ ഒരു ഗ്ലാസ് ടാങ്കിന്റെ റാക്ക് ചെയ്ത് വെച്ച് ഫ്രണ്ടിലും ഒരു കൗണ്ടർ. ഇപ്പൊ കൗണ്ടർ ഇത് കൗണ്ടർ എന്ന് പറയാൻ പറ്റത്തില്ല, വെറുതെ ഒരു ഇതായിട്ടിരിക്കുക. അപ്പോൾ അവിടെ തുറന്ന് കൗണ്ടർ അവിടെ ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മോൺസ്റ്റർ വിഷൻസിന്റെ തന്നെ ഡിസ്പ്ലേ ടാങ്ക് സെറ്റ് ചെയ്തൊന്ന് സെറ്റാക്കി ഫുള്ളൊന്ന് ലുക്കേ മാറ്റിയെടുക്കാൻ പോവാ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്താന്ന് പറയാ, ഒരു പഴഞ്ചനായിട്ടുള്ള ഒരു ഫീലാണ്. പഴഞ്ചനെന്ന് വെച്ചാൽ ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഇല്ല. അപ്പൊ നമ്മളിപ്പോ റഫായിട്ടൊരു 4 വർഷം മുന്നേ റഫായിട്ടൊന്ന് തുടങ്ങിയതായിരുന്നു. അന്ന് ഇതിനെപ്പറ്റി വലിയ ധാരണകളൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങ് തുടങ്ങി വെച്ചതാണ്. ഇപ്പൊ ഏകദേശം ഒരു പിടുത്തമൊക്കെ നമുക്ക് വരുന്നതിന് ശേഷം നമ്മൾ അപ്ഡേഷൻ തുടങ്ങിയത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വെള്ളമില്ലാത്തതിന്റെ പ്രശ്നത്തിൽ ഇവിടെ കോഴിക്കാർപ്പും വലിയ തിലാപ്പി കിടപ്പുണ്ട്. നല്ല കോഴിക്കാർപ്പ്, ഹാൻഡ് ഫീഡ് ട്രെയിൻഡ് ആണ്. 9 ഇഞ്ച് കുറച്ച് പ്രീമിയം കോഴീസ് ആണ്. പിന്നെ നമ്മുടെ ഇവിടത്തെ ചുറ്റുപാടും ഇതൊരു അലങ്കോലമായിട്ട് കിടക്കുന്ന ഏരിയ ആണ്. ബിക്കോസ് ഇപ്പോൾ ഇവിടെ ഡ്രമ്മൊക്കെ അടുക്കി വെച്ചൊന്ന് ഈ മരങ്ങളൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് നോർമലി എപ്പോഴും ചവർ വീഴാറുണ്ട്. അപ്പോൾ അതങ്ങനെ കിടക്കത്തുള്ളൂ. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താലും ഈ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് വരും. പിന്നെ ഇത് ക്ലീൻ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ക്ലീനിങ് ആണ്. വീടിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം മാറ്റുമോ. ഈ വീടുണ്ടോ 10-40 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീട് പൊളിച്ചിട്ട് പണി ചെയ്യാനുള്ള ഈസ്റ്റർ അല്ലേ, ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഉടനെ പൊളിച്ച് പണി ചെയ്യാനുള്ള ഒരു പദ്ധതിയിൽ നിൽക്കുക. ലോണൊക്കെ പാസ്സായിട്ട് നിൽക്കുക. എൻ്റെ അല്ല, മാമൻ്റെ വീടാണ്. ഞങ്ങൾ മാമൻ്റെ സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കണം. ഈ ടാങ്കൊക്കെ, ഈ കോഴിക്കാർപ്പിൻ്റെ ടാങ്കൊക്കെ ബാക്കിലോട്ട് മാറ്റണം. നമുക്ക് ആ ഏരിയക്കൊന്നും വേണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ തമ്മിൽ ഉണ്ടായിരുന്ന ടാങ്കുകളൊക്കെ നമ്മളെ നൊസ്റ്റാലിക് ടാങ്ക്. ലൈറ്റും ഉണ്ട്, ഗൗറ ഉണ്ട്, ഗോൾഡ് വിഷ് ഉണ്ട്, കോഴിക്കാർപ്പ് ഉണ്ട്, SK ഗോൾഡ് ഉണ്ട്, വിഡോസ് ഉണ്ട്, സീബ്ര ഉണ്ട്. എനിക്കറിയത്തില്ല എന്തൊക്കെയാ എൻ്റെ തൊള്ളയെന്ന് പോലും. ഇത് നമ്മുടെ ബനാന പ്ലാന്റ്. നമ്മൾ ഡിങ്കിട് വന്നു. ഇത് നമ്മുടെ ഡിണ്ടിട് കുട്ടൻ. ഒന്നല്ല, വേറെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ കൂടെ ഉള്ള ഇത് വേറെ. ഇതും ഈ ഡുണ്ടുടും വേറെ. ഒരു ഡുണ്ടുട് എൻ്റെ അമ്മയുടെ അടുത്ത് കിടപ്പുണ്ട്. ഈ ഡുണ്ടുടിൻ്റെ മക്കളാണ് ഈ വലിയ ഡുണ്ടുടുകൾ. അതിൻ്റെ മക്കളാണ് ഈ 3 ഡുണ്ടുടുകൾ. ഓക്കെ, പിന്നെ അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ഇതൊക്കെ ഇനി മാറാനുള്ളതാണ്. ഇവിടെ വീട് വയ്ക്കുമ്പോൾ അതൊക്കെ പ്രശ്നം വരും. അപ്പോൾ അതൊക്കെ മാറാനുള്ളതാണ്. ഇപ്പോൾ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ബാക്കിൽ നമ്മുടെ കൃഷി ചെയ്യാനും ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് JCB ഒക്കെ പോകണമെന്ന്. അപ്പോൾ ഇതെല്ലാം പൊളിച്ച് മാറ്റിയതാണ്. പൊളിച്ച് മാറ്റി ഇതിലെ JCB ഇട്ടത്. ഇതൊക്കെ ഒന്നും ചെയ്തേ ഉള്ളൂ. ഇപ്പം ചെയ്തേ ഉള്ളൂ. കോൺക്രീറ്റ് പോലും ഇട്ടിട്ടില്ല ബേസ്മെന്റ്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ട ഗോൾഡുള്ള വേണ്ട വേണ്ട കിടപ്പുള്ള ഒരുപാടുണ്ട്. അത് പിടി ഇപ്പോൾ കിട്ടാത്തതെന്നുണ്ടോ. ഇവിടെ വേണേ നോക്കി നോക്കാം. അതൊരു പൈപ്പിൽ തട്ടിയതാ കിട്ടാത്ത. ആ ടൈമിലങ്ങ് ഓടിക്കളയും. ഇതിപ്പോ ഇന്നലെ ഇതിന്റെ അകത്ത് നമ്മുടെ നട്ടർ കിടന്നു. നട്ടർ നല്ല കാലിയാക്കി നൈറ്റ് ഒരു ടീം വന്നപ്പോൾ എല്ലാം ഫുള്ള് കഴിഞ്ഞു. ഇപ്പൊ സീസൺ വരുന്നേ ഉള്ളൂ ഡബിൾ ഫിഷസിന്റെ. അപ്പൊ ഇത് നമ്മുടെ കോഴിക്കാർപ്പ് 9 ഇഞ്ച് 11 ഇഞ്ച്. ഈ ടാങ്കിൽ ചെറിയ പണി കിട്ടിയേക്കുക. ഇതിപ്പോൾ പണി ചെയ്തേല് അവിടെ എവിടെയോ ഒരിടത്ത് ടാങ്കിൽ സ്പോട്ട് വീണിട്ടുണ്ട്. അതിന് എത്ര നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് സൂക്ഷിച്ചില്ല, എന്നിട്ടും സ്പോട്ടിൻ്റെ അകത്ത് എവിടെയോ വീണ് ലീക്കുണ്ട്. ഓക്കെ, അതിൻ്റെ ആ വെള്ളം, നല്ല വെള്ളം കിടന്നതാ. ഇന്നലെ വെള്ളം വീണ്ടും കയറ്റി വിട്ടതാ, വീണ്ടും കുറഞ്ഞു.
അപ്പോൾ ഇതിലേക്ക് നിറയ്ക്കാനേ ഉള്ളൂ. പിന്നെ വെള്ളം കിട്ടാത്ത ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഈ ടാങ്ക് കണ്ടോ, ഇപ്പോൾ ഇവിടെ കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുളം എന്ന് വെച്ചാൽ നമ്മളെ പോണ്ടായിരുന്നു, വളർത്തു മീനൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന പോണ്ടായത്. ഈ പോണ്ടിൽ ഒരുപാട് ഏകദേശം 2 സെന്റ് കുളമാണ്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് വീണ്ടും ഉദ്ദേശം നടക്കുക. ആദ്യം ആദ്യം നമ്മൾ വെറുതെ കയറൊക്കെ വലിച്ചിട്ട് നടുക്കൂടെ ഒരു കയറൊക്കെ 2 തെങ്ങ്, ആ മരത്തിലും ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, കണ്ടോ അതിൻ്റെ പീസ് ഇവിടെ കിടപ്പുണ്ട്. ഇത് വലിച്ച് കെട്ടിയിട്ടാ ഇട്ടിരുന്നത്, നമ്മളെ കയറ് കെട്ടിയിട്ട് അങ്ങനെയാണ് കെട്ടിയിട്ടിരുന്നത്. അത് ഈ ഇത്രയും മരങ്ങൾ ഇപ്പോൾ ഉണ്ട്. വേറെയും മരങ്ങളുണ്ടായിരുന്നു ഈ കൃഷി JCB ഇറക്കി നമ്മളിവിടെയൊക്കെ കിടന്ന് കിളച്ചെടുത്തപ്പോൾ കുറേ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി. കാരണം അങ്ങോട്ട് JCB പോകാനും പാടാ, പിന്നെ കൃഷി ചെയ്യാനായിട്ട് തടസ്സം ഉണ്ടായിരുന്ന ആവശ്യമില്ലാത്ത മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്കും അതെല്ലാം പോയി. രണ്ടാമത് ചെയ്തു, അതൊരു ടീം വന്ന് ചെയ്തു. അവർ നമ്മളെ ഈ കുഴിയില്ലേ, ഈ പൈപ്പ് ഇടുന്നത്, കാരണം ഇത് ഞാനും എൻ്റെ ഒപ്പയും കൂടെ ഫസ്റ്റ് നമ്മുടെ തുടങ്ങിയ ടൈമിൽ ഐ തിങ്ക് ഈ പോണ്ട് ഒഴിച്ചത് നമ്മുടെ കൊറോണ ടൈമിൽ ഒഴിച്ചതാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഏകദേശം ഒരാൾ പൊക്കം ആഴേ ഉള്ളൂ ഇവിടെ. ഇതങ്ങനെയല്ല, ഇതിൻ്റെ ഒരു ഇരട്ടിയും കൂടെ ആഴം ഉണ്ടായിരുന്നു. 2 ആൾ പൊക്കം ആഴമായിരുന്നു ഇവിടെ. 2 ആൾ പൊക്കം ആഴത്തിൽ നമ്മൾ 2 ആൾ 1.5 ആൾ നോക്കല്ല, അത്രയും വരും. 2 ആൾ വരത്തില്ല, ആ ഒരു റേഞ്ചിൽ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ മണ്ണിട്ട് മൂടിയതാണ്. കാരണം മീൻ പിടിച്ച് കയറ്റാനായിട്ട് ഭയങ്കര പാടായിരുന്നു. വലിയ ടാർപോളിനാണ് ഇട്ടിരുന്നതിന് മുന്നേ. ആ ടാർപോളിനെ എലി കടിച്ച് കയറി, പെരിച്ചാഴിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇവിടെ പെരിച്ചാഴി എന്ന് പറയും, ബാക്കിയുള്ളവരെങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, അത് അങ്ങനെ അത് കയറിപ്പോയി. അപ്പോൾ അവിടെ ഒരെണ്ണം കിടപ്പുണ്ട് എടാ. അത് ഇതിൽ കിടപ്പുണ്ടായിരുന്ന ടാർപോളിനാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടാർപോളിനാണ്. ഓക്കെ, ആ ടാർപോളിന് ഇപ്പോൾ വർക്കായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതിനെ ബണ്ട് തിരിക്കാനായിട്ടൊരു ചെറിയൊരു പ്ലാനിങ്ങിൽ നിൽക്കുക. കാരണം ഇപ്പോൾ വളർത്താനായിട്ടുള്ളൊരു ഉദ്ദേശം ഇല്ല ഇനി മീൻ. അപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലോട്ട് നിൽക്കുവാണ്. ഇതിനൊന്ന് സെറ്റ് ചെയ്ത് അതായത് ചെയ്യുന്നത്. അവിടെ ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്, ആദ്യ ഷോപ്പ്. ആ ഷോപ്പിലെ സ്റ്റാഫാണ്. നേരത്തെ എനിക്കൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ആ സമയം ഒരു പയ്യനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരെ ഭയങ്കര ലാഗാണ്, അതുകൊണ്ട് പിന്നെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ പിന്നെ വേറൊരു പാർട്ടി വന്നിട്ടുണ്ട്. അവർ ഇത് ഡെയിലി രാവിലെ വന്ന് കുറച്ച് നേരം കെട്ടിയിട്ട് അങ്ങ് പോകും. 2 ദിവസം കൊണ്ട് വേറൊരു ഇഷ്യൂ അവിടെ നടക്കുവാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ വിളിച്ചിട്ടില്ല ഇങ്ങോട്ട്. കുറച്ചവിടെ തിരക്കാണ് ഷോപ്പിലൊക്കെ, അപ്പോൾ വിളിച്ചിട്ടില്ല. ഇനി 2 ദിവസം കഴിയുമ്പോൾ നാളെ തൊട്ട് ചിലപ്പോൾ വരുമായിരിക്കും. ഇങ്ങനെ ഒരാഴ്ചക്കകത്ത് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലുക്ക്. ഇത്രയും പൊക്കുക, നല്ല പൊക്കുക, അങ്ങ് കിടക്കുക. ഏകദേശം നമ്മൾ 2 സ്കബോൾഡിങ് ഇട്ട് അതിൻ്റെ മുകളിൽ വേറെ ഇതൊക്കെ വെച്ചിട്ടാണ് കയറി അവിടെ വെൽഡിങ് ഒക്കെ അടിച്ചത്. ഇത്രയും മരങ്ങളും ഇലകളും വീഴുന്നതുകൊണ്ട് ഇത്രയും ചരിവ് വേണം. അതുകൊണ്ടാ. പിന്നെ വരുന്ന ഈ ടാങ്കിൽ നിന്ന് പറഞ്ഞില്ലേ, ആ ടാങ്കിലാണ് നേരത്തെ മീനിൻ്റെ വെള്ളം ഉണ്ടായിരുന്ന അമോണിയ വാട്ടർ അടിച്ച് അവിടെ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. മേലെ കൃഷി നമുക്ക് കാണാം, ലാസ്റ്റ് കാണാം. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ബ്ലോഗുകളിൽ കാണാം. അവിടെ നിറച്ചുകൊണ്ടിരുന്നത്, അവിടെ അടിച്ച് എല്ലായിടവും നനച്ചുകൊണ്ട് ഏലമൊക്കെ നിപ്പുണ്ട് അവിടെ, അതൊക്കെ പിന്നെ കാണിച്ചു തന്നേക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം അടിച്ചു. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ വേനൽക്കാലം കൂടെ ആയതുകൊണ്ട് ഡെയിലി ഈ ടാങ്കിൽ ഇതിൽ കുറച്ച് ഒറേണ്ട കിടപ്പുണ്ടോ, ഒറേണ്ട. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം അടിച്ചതിലേ നിറയ്ക്കും. അപൂപന മശയാണ് കൂടുതലല്ല അതിൻ്റെ കെയറിങ്. കൃഷിയുടെ നമ്മൾ വിത്ത് വാങ്ങുക, തൈ വാങ്ങുക, നട്ടു കൊടുക്കുക, ഇതേ ഉള്ളു. അവർ വെള്ളം നനയ്ക്കുന്ന അവരുടെ സമയം അതിൽ ചിലവാക്കി അങ്ങ് തീക്കുക. അപ്പോൾ ഈ ടാങ്കിൽ നിന്ന് ഇപ്പോൾ പമ്പ് ഇട്ട് കണ്ട പോകുന്നുണ്ടോ, ഹോസ് പോയി ചെന്നേക്കുക. ഇതിലെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ രാവിലെ അവിടെ നനപ്പും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അതാ വെള്ളം കിട്ടാത്ത ഏറ്റവും മെയിൻ കേസ്. ഇപ്പോൾ കിണറ്റിലുള്ള ഫുൾ വെള്ളം തീർത്തടിച്ചു. ഇനി വൈകിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടിപ്പോയാലൊരു 300 ലിറ്ററോ 400 500 മാക്സിമം 500 ലിറ്റർ വെള്ളം അത്രേ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഇപ്പോൾ ഉടനെ ഒന്നും കാണത്തില്ല ഇവിടുത്തെ അപ്ഡേഷൻ. ഇത് പിന്നെ ഒരു സെറ്റായിട്ട് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു പരിപാടി നിൽക്കുക ഈ വീട് പണി കഴിഞ്ഞിട്ട്. ഇതൊരു ബോണ്ടാണ്. ഓക്കെ, ഇത് ആ ബോണ്ടിന് ശേഷം, വലിയ ബോണ്ട് നമ്മൾ ചെയ്തതിന് ശേഷം ഇവിടെ ചെയ്ത ഈ ഒരു ബോണ്ടാണ്. ഇത് കുറച്ച് മീൻ കിടപ്പുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മൾ സെമണ്ടാങ്ക, ഇതൊരു വിഡോസ് കിടപ്പുള്ള ഇതാ.
നമുക്കിപ്പോൾ വിഡോസ് സ്റ്റോക്ക് കുറവാണ്, ഇനിയൊരു 1000 പീസിൻ്റെ അകത്തേ ഉള്ളൂ. അത്രയും സ്റ്റോക്ക് അതിൻ്റെ അകത്ത് കിടപ്പുള്ള കുറവാണ്, കുറച്ച് സ്റ്റോക്ക് കിടപ്പുള്ള. അത്യാവശ്യം കാണുമ്പോൾ തന്നെ അറിയില്ല, മോർട്ടാലിറ്റിയോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ആക്റ്റീവ് കുഞ്ഞുങ്ങളാണ്. പിന്നെ ഗോൾഡ് കിടപ്പുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ കിടപ്പുണ്ട് പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ കിടക്കുന്ന ഫീഡിങ് ഗോൾഡിൻ്റെ 4 രൂപ ഒരുപാട് കിടപ്പുണ്ട്. ഏകദേശം നല്ലൊരു ബൾക്ക് കൊണ്ടിട്ട് നമ്മൾ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഏഞ്ചൽ അതിൻ്റെ അത് കിടപ്പുണ്ട്. ഇപ്പോൾ ടാർപോളിൻ കെട്ടിയിരിക്കുന്നുണ്ട്, അതിൻ്റെ വെട്ടവും പിന്നെ വാട്ടർ ചേഞ്ചിങ്ങിൻ്റെ ഒരു ഇത് കൊണ്ടാ കാണാൻ പറ്റാത്ത. ഓക്കെ, ഇതൊക്കെ ഒന്ന് മാറും. ഇവിടെ ടാർപ്പ് കെട്ടി വല കെട്ടിയിട്ട് ടാർപ്പ് ഇടുന്നത്, കാരണം താഴ്ന്നു വരാതിരിക്കാനേ, ചരിവ് കുറവാണ് അതുകൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഫുള്ള് കെട്ടി ഇവിടെ ഡോറൊക്കെ നമ്മൾ ഇട്ടേച്ചുണ്ട്. ഈ ഡോറൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് അടിപൊളിയാക്കി എടുക്കും. പിന്നെ എല്ലാ ടൈമും ഇതേപോലെ വാൾവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നമുക്കിപ്പോൾ ഈ ടാങ്കിൽ തന്നെ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും, ഓർക്കുമ്പോൾ കാണാം. ഉണ്ടോ വേസ്റ്റ് പോയുണ്ടോ? നമ്മൾ ഡെയിലി ഇങ്ങനെ കുറേശ്ശെ തുറന്നും കൂടെ വേസ്റ്റ് അങ്ങ് പോകും. ഇനി ഇതിലൊന്നും കാണത്തില്ല. അതിൽ ഗോൾഡ് വിഷൻ ഡെയിലി ഇന്നലെ ചേഞ്ച് ചെയ്തായിരുന്നു. ഇതിനങ്ങനെ വിഡോസിൽ അങ്ങനെ വലുതായിട്ട് വരാറില്ല വേസ്റ്റ്. അമോണിയ മാത്രം വെള്ളത്തിൽ കയറാറ്. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പണികളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാം പൊളിച്ചൊക്കെ പണികളൊക്കെ ആയപ്പോൾ ഇതൊക്കെ ഹൈറ്റ് കുറഞ്ഞ ഈ ലെവലിലാണ് നിന്നത്. അതായത് ഈ താഴെ കാണില്ല തൂണ് പൊങ്ങിയിട്ട് ബെൽറ്റ് അടിച്ചിരിക്കുന്നത്, ആ ലെവലിലാണ് നേരത്തെ റൂഫ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തറയിലാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഈ മുകളിൽ വെച്ചിരുന്ന കൊടുപ്പ് തറയിൽ കൊടുക്കും. അകത്തിന്ന് മീൻ പിടിക്കണമെങ്കിലും അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങ് താഴെ കാണാം. ഭയങ്കര റിസ്ക് ആയിരുന്നു അത്. അപ്പോൾ അതൊക്കെ മാറ്റിയപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പോൾ എടുത്ത് വെച്ച് തൽക്കാലം എന്തോ വീടിൻ്റെ മണ്ടയിലിരുന്ന്, അവരുടെ വീടിൻ്റെ മണ്ടയിലിരുന്ന്, അവിടെ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ വീടിൻ്റെ മണ്ടയിൽ ഇരുന്ന് സാധനം എടുത്ത് ഞാനിവിടെ പുളിയിൽ കെട്ടി വെച്ചേക്കുക. പുളിയ ഇവിടുത്തെ കൊമ്പൊക്കെ മുറിച്ച് കളഞ്ഞ് ഇവിടെ പുളിയിൽ കെട്ടി വെച്ച് കണക്ഷൻ കൊടുത്തിട്ട് നൈറ്റ് ഇത് ഉണക്കുമ്പോൾ ഇവിടെ മൊത്തം ലൈറ്റ് കത്തും, ഇവിടെ മൊത്തം പ്രകാശം നമുക്ക് കിട്ടും അത്യാവശ്യം. അങ്ങനെ ചെയ്യുന്നത് ഏകദേശം ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ഇപ്പോൾ ഇല്ലേ. ഒരു ഉടായ്പ സെറ്റപ്പ് എന്നാണ് പറയാം ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഒരു ചെറിയൊരു പരിപാടിയിൽ നിൽക്കുക. കാരണം ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറി ഈ ടാങ്ക് എടുത്ത് മാറ്റിയിട്ട് ഈ ലെവലിൽ മണ്ണ് പൊക്കണം. ഇത് കുഴിഞ്ഞായിരിക്കുന്ന ടാങ്ക്, അപ്പോൾ ഈ ലെവലിൽ മണ്ണ് പൊക്കി വെച്ചിടാൻ പറ്റും. കാരണം ഈ പുളിയുടെ മൂട് കൊണ്ട് ഇനിയിപ്പോൾ വേര് കൊണ്ട് തള്ളുമായി ടാങ്കിനെ, അപ്പോൾ ഇത് പൊങ്ങും, ഇങ്ങോട്ട് മറിയും. അപ്പോൾ ഇതിനെ മാറ്റി പുളിയുടെ ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് നീക്കി വെച്ച് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ്. അതായത് അതും ഇതുമായിട്ട് ഈ ഒരു സെക്ഷനും ആ ഒരു സെക്ഷനും കൂടെ പിന്നെ ലിങ്ക് ചെയ്യും. അങ്ങനെ ഒരു ലിങ്കിങ്ങിൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ചെയ്യുന്നത്. അത് ഇത് പഴയൊരു ടോയ്ലറ്റിൻ്റെ ഒരു സെറ്റപ്പാണ്, പഴയതാണ്, ഇപ്പോൾ യൂസ് ചെയ്യാറൊന്നുമില്ല. ഇപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് വരുന്ന ഒരു കൃഷിക്ക് ആവശ്യമുള്ള ചാക്കും കാര്യങ്ങളും, അത് ചാണകപ്പൊടി എല്ലാം ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പുറത്തൊരു പ്ലേറ്റൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ പുറത്താണ്. അപ്പോൾ ഇതൊന്നും യൂസ്ഡല്ല. അതിൻ്റെ പുറത്തൊരു സ്ലാബ് പുതിയതൊന്നും ചെയ്ത് വെച്ച് ഇവിടെ കുറച്ച് ഷീറ്റൊന്നും ഇറക്കിയിട്ട് ഈ സെറ്റപ്പ് ഇങ്ങോട്ട് മാറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് വെച്ചാൽ, കാരണം ഇവിടെ 2 എയറേറ്ററാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 120 ഒരു LP100 വർക്ക് ചെയ്തുകൊണ്ടിരുന്നു റീസെൻ്റ്. അത് അടിപൊളി പോകുമ്പോൾ അത് അവിടെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, അവിടുത്തെ സെറ്റിൽ അതിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുക വീട്ടിൽ. അപ്പോൾ അതിന് എപ്പോഴും ചെയ്ത ചാമ്പറാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലീക്കൊന്നുമില്ല. ഇതിപ്പോൾ സൗണ്ട് കേൾക്കുന്നത് അവിടെ നിന്ന് ഞാൻ എയർ തുറന്ന് ഇട്ടേക്കുക, കാരണം ഇത്ര ടാങ്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ, അതുകൊണ്ട് എയർ തുറന്ന് ഇട്ടേക്കുന്ന സൗണ്ടാണ് ഇത് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാലൊരു ടാങ്കുകളൊരു റീഅറേഞ്ച്മെന്റ് എത്തിച്ചിട്ടുണ്ട് റിട്ടേൺ. കാരണം ഈ വർക്ക് JCB ഒക്കെ പോയതിനു ശേഷം നമുക്ക് മണ്ണൊക്കെ എല്ലാം കുഴഞ്ഞായി പോയി. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുന്നേ ഫുള്ളൊന്ന് സെറ്റ് ചെയ്യണം, ആ ഒരു പ്ലാനിലിരിക്കുകയാണ്. അപ്പോൾ അതുവരെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങളായിട്ട്. ഫസ്റ്റ് വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്താ ഇനി പറയാനുള്ള, നമ്മുടെ ഒരു വാഹടപ്പുണ്ട് കേട്ടോ, കാണിച്ചു തന്നില്ലല്ലോ. വാഹടപ്പുണ്ട് ഇതിൻ്റെ അകത്ത് കിടപ്പുള്ള, കഴിഞ്ഞ ലോഡിൽ ഇതിൻ്റെ അകത്തൊരു വാഹടപ്പുണ്ട് കേട്ടോ, ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, ഒരു പുലിവാഹ. കഴിഞ്ഞ ലോഡിൽ നമുക്കൊരു 500 പീസ് സ്റ്റോക്ക് വന്നായിരുന്നു. അത് ഫുള്ള് ഡാമേജ് ആയിരുന്നു. വന്നപ്പോഴേ ഡ്രമ്മിൽ വിടേണ്ട സാധനം പാക്കറ്റിൽ വിട്ടതാണ്. അപ്പോൾ പാക്കിങ്ങിലായപ്പോൾ തമ്മിൽ കടിച്ചു, കാലുകളും ബോഡിയിലൊക്കെ കടിച്ചു, അങ്ങനെ മുറിവുകളായി, പിന്നെ അത് ഫംഗലായി.
നമ്മളൊരു ഏകദേശം 2 ആഴ്ച മെഡിസിൻ ചെയ്തു. 2 ആഴ്ച മെഡിസിൻ ചെയ്തപ്പോൾ വേറെ ചാകുന്നൊന്നുമില്ല, അങ്ങനെ ചെയ്തു. പിന്നെ മെഡിസിൻ്റെ എമൗണ്ട് മാത്രം നോക്കിയപ്പോൾ ഏകദേശം 4000 സംതിങ് 5000 രൂപ അടുപ്പിച്ച് മെഡിസിന് മാത്രം പോയി. അപ്പോൾ പിന്നെ ആഴ്ച പാർട്ടി പറഞ്ഞു, നിങ്ങൾ ചുമ്മാ ഇനി ക്യാഷ് കളയണ്ട, രക്ഷപ്പെട്ട് കിട്ടത്തില്ല, സ്റ്റോപ്പ് ചെയ്തോന്ന് പറഞ്ഞു. മെഡിസിനിങ് സ്റ്റോപ്പ് ചെയ്തും പിറ്റേന്ന് തൊട്ട് അങ്ങ് ചാകാനായിട്ടാണ്. പിന്നെ ഫുള്ളങ്ങ് ചത്തു. പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്തു. അതാ ഈ ടാങ്കിലാണ് സ്റ്റോക്ക് ചെയ്തിരുന്നത്. അതായത് അല്ലേ, ഈ ടാങ്കിലാണ് സ്റ്റോക്ക് ചെയ്തത്. വേറെ അങ്ങനെ പിന്നെ ഒരാഴ്ച ഇതിനെ ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തു, ട്രൈ ചെയ്തു, സെറ്റ് ചെയ്തു. ഇപ്പോൾ വേറെ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വരും, അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു അതല്ലേ അവിടെ കൃഷിയുടെ അത് കാര്യങ്ങൾ അടുത്ത ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് സമയം കൂടെ നോക്കണമല്ലോ, ടൈമും കാര്യങ്ങളും. ഓക്കെ, ഇതാണ് ലുക്ക്. നമ്മുടെ ഡുട്ടുടികൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്, അതല്ലേ 2 പേര് ഇത് കിടപ്പുണ്ട്, ഒരാൾ കിടപ്പുണ്ട്. ഇവർ മൂന്നും ഒറ്റ ഇതാ, അതല്ലേ ഈ രണ്ടും എണ്ണം നിപ്പുണ്ടോ അമ്മയെടുത്ത് പാല് കുടിച്ചിട്ട്. ഇതിൻ്റെ ഭയങ്കര സ്നേഹം നമ്മളോട്, എപ്പോഴും കൂടെ വരും. അപ്പോൾ ഗൈസ് നമ്മളെ ഫാമും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ജനറേറ്റർ സെറ്റപ്പ് ഉണ്ട്. അതായത് ഇവിടെ അല്ലേ, നേരത്തെ ഇത് നമ്മൾ മുയൽ വളർത്തിയിരുന്നതാ. ഇവിടെ മുയലല്ല, അവിടെ ആദ്യം തുടങ്ങിയത് കാടയാണ്, കാടയിട്ടിരുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല, കാട കൂട് വെച്ച് അവിടെ കൂട് വെച്ച് അങ്ങനെ. പിന്നെ പെരിച്ചാഴിയൊക്കെ വന്ന് അതിനെ കടിച്ച് എലിയൊക്കെ കൊണ്ടുപോയി, അടിയിൽ നിന്ന് കാലിനെ കഴിച്ചിട്ട് അങ്ങനെ എല്ല് മാത്രം അതിൻ്റെ അതിട്ട് പിന്നെ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കാടയൊക്കെ ഇട്ടുണ്ടായി. ഇവിടെ തന്നെ ബ്രീഡിങ് ആയിരുന്നു. ബ്രീഡ് ചെയ്തത് കിളിക്കൂടാണ്, അതൊക്കെ മാറ്റി. പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കുക. അതിൻ്റെ അകത്ത് പിന്നെ മുയൽ വളർത്തി. അതിന് വളർത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂച്ച ഇല്ല, നാടൻ പൂച്ച, അത് ഒരുപാട് ഇവിടെ നിറഞ്ഞു. അപ്പോൾ ഇത് അങ്ങോട്ടും നടക്കാൻ സമ്മതിക്കത്തില്ല. ഈ മീൻ സ്റ്റോക്ക് വരുമ്പോൾ കൂടെ വന്ന് നിന്നിട്ട് ഒരെണ്ണം കയ്യിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ വായില്ല. അത് എത്ര വലിയ മീനായാലും എടുത്തിട്ട് പോകും. അങ്ങനെ ആയപ്പോൾ പിന്നെ എല്ലാത്തിനെയും പിടിച്ച് ഇതിൻ്റെ അകത്ത് കൂട്ടി. പിന്നെ ഇടയ്ക്ക് തുറന്നു വിട്ടു, പിന്നെ അങ്ങ് തുറന്നു വിട്ടു. പിന്നെ അതിപ്പോൾ അടിക്കളിച്ചങ്ങ് നടക്കുക. പക്ഷെ ഇതിൻ്റെ അകത്ത് വിടുന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടി ഇടിച്ച് അങ്ങനെ ചാകുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ തുറന്നു വിട്ടതിന് ശേഷം ഉടനെ കൗണ്ടെല്ലാം കുറഞ്ഞ് ഇപ്പോൾ ഇവിടെ 4-3 പൂച്ചയായി. എല്ലാം വണ്ടി ഇടിച്ച് പോവുക. പിന്നെ ഇതാ ജനറേറ്റർ സെറ്റപ്പ്. ഇൻവെർട്ടർ ഒരു 3 മണിക്കൂർ അതിനെ നീക്കത്തുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ നമ്മുടെ സെറ്റപ്പ് വരുന്നത്. പിന്നെ ഇതാ ഏരിയ വരുന്നത് ഇല്ല, നമ്മൾ ചുമ്മാ വെറുതെ സ്പ്രേ പെയിന്റ് ഇരുന്നപ്പോൾ എടുത്ത് വെച്ച് ചുമ്മാ എഴുതിയതാ. ആ ടൈമിൽ കറണ്ടിൻ്റെ സെറ്റപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ മരം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് ചേഞ്ച് ചെയ്യണം. കാരണം ഇതിൽ വലിയ തിലാപ്പി കിടപ്പുണ്ട് കുറച്ച്. ഞങ്ങളുടെ ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വന്നാൽ വലുത്. അങ്ങനെ ഇന്ന് HHയുടെ സൂപ്പർ ബ്ലാക്ക് തിലാപ്പി എടുത്തിട്ട് പോയായിരുന്നു. അടിപൊളി കുഞ്ഞുങ്ങളാണ്, നല്ല റിസൾട്ടുണ്ട് കുഞ്ഞുങ്ങളാണ്. അതെടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾ വളർന്നതാണ്. 6 മാസം 6 to 7 മാസമായിട്ടുണ്ട്. ആ ഒരു റേഞ്ചിൽ പിടിച്ചപ്പോൾ ഏകദേശം 800 ഗ്രാം എബവ് സൈസൊക്കെ ഉണ്ട്. നല്ല റിസൾട്ടാണ് കുഞ്ഞുങ്ങൾ. ഞാനിട്ടിരുന്നപ്പോഴും ഞാൻ ചിത്രലാടയുടെ ടൈമിൽ ഇട്ടിരുന്നത്. അവർ ചിത്രലാട തന്നുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ വളർത്തിയപ്പോൾ എനിക്ക് 5.5 മാസത്തിൽ 1/2 കിലോ മുതൽ 800 ഗ്രാം 900 ഗ്രാം വരെ ഒരു മീനിന് തൂക്കം കിട്ടിയിരുന്നു. ആ ഒരു റിസൾട്ടിന് ഞാനിപ്പോൾ അത് തന്നെ നമ്മുടെ MMHD പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സാധനം. ഞാൻ അതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ, തിലാപ്പിയ. അടിപൊളി കുഞ്ഞുങ്ങളാണ്, നല്ല റിസൾട്ടാണ്. നമുക്ക് നഷ്ടമൊന്നൊരു ഇത് വരത്തില്ല. ഓക്കെ, ആ കുഞ്ഞുങ്ങൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്കത് വളർത്തി അതിൽ നിന്നുള്ള ഈൽഡിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് ഇത് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ബ്ലോഗിന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഫാമിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഇനി അപ്പുറത്ത് വീട്ടിലുണ്ട്, അതൊക്കെ ചെയ്തേക്കാം. ഇനിയുള്ള വ്ലോഗുകളിലും കാര്യങ്ങളിലും വീഡിയോസിലെല്ലാം ചെയ്തേക്കാം. ഓക്കെ, നമ്മുടെ നിക്കി മോനെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ആഞ്ചേരാ നിക്കി മോനെ, എന്താണ് ഹായ് പറഞ്ഞേ. ഹായ് ഗൈസ്. ഇത് നമ്മുടെ ഇവിടുത്തെ നിക്കിയ, നല്ല ചെല്ലക്കുട്ടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോസിൽ എല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത്
ഡിഷും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കും വേണ്ടത്. ഓക്കെ, ഏത് വിഷസ് ആയാലും നമുക്കിപ്പോൾ ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിലും നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സപ്ലൈ ചെയ്ത് തരാൻ പറ്റുന്നുണ്ട്. ഡെലിവറി ചാർജ് എക്സ്ട്രാ ആണ്. പിന്നെ കൊറിയർ ചെയ്യുന്ന ഐറ്റംസ് കൊറിയർ ചെയ്യാവുന്നതാണ്. ചെറിയ ക്വാണ്ടിറ്റി ആണ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ അല്ലാതെ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴിയോ റെയിൽവേ വഴിയോ ഇല്ലാന്നുണ്ട് നമ്മുടെ ഫാമിലെ വണ്ടി തന്നെ ഇടയ്ക്ക് ഒരാഴ്ചയിലൊരിക്കോ 2 ആഴ്ചയിലൊരിക്കോ ഒക്കെ പോകാറുണ്ട് ട്രാൻസ്പോർട്ടേഷനായിട്ട്. ഇവിടുന്ന് എറണാകുളം വരെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അതിൽ കൂടുതൽ നമ്മളെ വണ്ടി വിടത്തില്ല. അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈമിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ കൊണ്ട് അടുത്ത് റിട്ടേൺ വന്നിട്ട് ഇവിടെ അടുത്തൂടുള്ള ഷോപ്പുകളിലൊക്കെ സാധനം കൊടുക്കാനുള്ളത്. അപ്പോൾ ലോങ് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിലും കൂടുതൽ ലോങ്ങൊക്കെ ഉണ്ട്. നമുക്ക് ഏകദേശം കർണാടക, മുംബൈ അങ്ങോട്ടൊക്കെ കസ്റ്റമേഴ്സ് ഉള്ളതാണ്. അവിടത്തേക്കൊക്കെ നമ്മൾ റെയിൽവേയിലൊക്കെ വിടാറുള്ളൂ. ചിലപ്പോൾ ഈ ബസ്സിൽ വിടും, ബസ്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറ്റി വിടാറുണ്ട്. ഓക്കെ, എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഫാമിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലോ വീഡിയോസിലും കൊടുത്തേക്കാം, താഴെ കൊടുത്തേക്കാം. ഫാമിൻ്റെ കോൺടാക്ട് നമ്പർ, ലൊക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. ഓക്കെ, വന്ന് മേടിക്കുന്നവർക്ക് വന്ന് മേടിക്കാം. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. ഓക്കെ.